അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ്, അടുത്ത കൊല്ലമെങ്ങാനും ഞാൻ ബാക്കിയാകുമായിരുന്നു എങ്കിൽ മുഹറം 9 നോമ്പ് കൂടെ ഞാൻ നോൽക്കുമായിരുന്നു. പിന്നീട് പിറ്റേത്തെ കൊല്ലം ഹബീബാ നബി തങ്ങൾ വഫാത്തായി പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുസുന്നത്താക്കിയ മഹത്വമുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ഒരു മഹനീയമായ രാവാണ് മുഹറം 9 രാവ്. വളരെ പ്രധാനപ്പെട്ട രാവാണ്. ദുആക്കുത്തരം ലഭിക്കുന്ന രാവാണ്. ദോഷങ്ങൾ പുറത്തു തരുന്ന രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിൽ ഭൂമി ലോകത്തിലേക്ക് കൈകൾ നീട്ടിയിട്ട് എന്റെ അടിമ എന്നോട് ദുആ ചെയ്യുന്നില്ലയോ, എന്താണ് എന്റെ അടിമ എന്നോട് ചോദിക്കാത്തത്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നോക്കി പറയുന്ന ഒരു മഹനീയമായ രാവ്. ഈ രാവിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരികയും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു സന്തോഷത്തിനെയും റാഹത്തിനെയും അല്ലാഹു പ്രദാനം ചെയ്തു തരട്ടെ. നാളത്തെ നോമ്പ് നോൽക്കണം. ഇന്ന് നമ്മൾ രാത്രിയിൽ ഇൻഷാ അല്ലാഹ് രാത്രി സമയത്തിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള സമയം വളരെ മർമ്മപ്രധാനമായ സമയമാണ്. ഈ സമയത്തിൽ ധാരാളം ഖുർആനോത്ത് നാം ഓതണം, ധാരാളം ഖുർആൻ ഓതണം. ആ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് സൂറത്തു യാസീൻ. ഇന്ന് നമ്മളത് പാരായണം ചെയ്യണം. അതുപോലെ തന്നെ വിശുദ്ധമായ സൂറത്തു ദുഖാൻ, മുൽക്ക് സൂറത്ത്, തബാറക് സൂറത്ത്, അർ-റഹ്മാൻ സൂറത്ത്, ഇങ്ങനെയുള്ള വിശുദ്ധമായ പവിത്രതയുള്ള മഹനീയമായ അധ്യായങ്ങൾ, മഹനീയമായ സൂറത്തുകൾ നമ്മൾ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യണം ഇന്നത്തെ രാവിൽ. അതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. നത്തനാബിൻ ധാരാളം സ്വലാത്ത് ചൊല്ലണം. ചുരുങ്ങിയത് മുത്തുമിനിങ്ങളെ ഒരു 313 സ്വലാത്തൊക്കെ ചൊല്ലാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകുകയില്ലല്ലോ. അപ്പൊ ഇന്നത്തെ രാത്രിയിൽ വിശുദ്ധമായ സ്വലാത്ത് നാം പതിവാക്കണം. കാരണം ഹബീബാ നബി തങ്ങൾ വളരെ സ്നേഹിച്ച പവിത്രതയുള്ള രാവായതുകൊണ്ട് തന്നെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു അവന്റെ മലക്കുകളും പ്രവാചകരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം, സലാം പറയണം എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യായമാണ്, വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളാണ്. അനുസരിക്കേണ്ട നമ്മുടെ മേൽ ബാധ്യതയാണ്. നാം സ്വലാത്ത് ചൊല്ലണം. അതേപോലെ തന്നെ മുത്തുമിനിങ്ങളെ ദിക്റുകൾ നാം ധാരാളമായി ദിക്റുകൾ ചൊല്ലണം. പവിത്രതയുള്ള അദ്കാർ ധാരാളമായി, ഏത് ദിക്റുകളാണെങ്കിലും ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകൾ 4 എണ്ണമാണ്. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റ് 4 ദിക്റുകളാണ്. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 4 അല്ലാഹു അക്ബർ. ഈ പവിത്രതയുള്ള ദിക്ർ ധാരാളമായി പാരായണം ചെയ്യണം. അത് കൂട്ടി ചൊല്ലുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ചൊല്ലിത്തന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്റാണ്. ഈ ദിക്റിനെയും നാം ധാരാളമായി ചെയ്യണം. അതുപോലെ തന്നെ ഇന്നത്തെ രാവിൽ ധാരാളമായി ദുആ ചെയ്യണം. ദുആ ചെയ്യുന്ന സമയത്തിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് ദുആ ചെയ്യേണ്ടത്. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ,
നമ്മുടെ മക്കള്, പേരമക്കള്, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവർക്ക് വേണ്ടി നാം ധാരാളം ദുആ ചെയ്യണം. ഹബീബാ നബി തങ്ങളുടെ ഹദീസാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുന്ന ദുആ ഏറ്റവും കൂടുതൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തത്തിന് വേണ്ടി ദുആ ഇറക്കുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ അരികിലുള്ള ഖബൂലിയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ, ആരാണോ ദുആ ചെയ്തത് അവനിക്ക് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു വേണ്ടി ഉറങ്ങണം. ചില ആളുകൾ അങ്ങനെ ഉറക്കുകയും, പക്ഷെ അന്ന് ഉറക്കൊഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാഞ്ഞാൽ തഹജ്ജുദ് ഇല്ലല്ലോ, ഉറങ്ങാഞ്ഞാൽ തഹജ്ജുദ് ഇല്ലല്ലോ. മനസ്സിലായിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കേണ്ട നോക്കിയമാണ് രാത്രിയുടെ അവസാനത്തിലാണ് ഏറ്റവും പ്രധാനമായി നാം ഖുർആൻ ഓതേണ്ടത്. അപ്പൊ ഇന്നത്തെ രാത്രിയിൽ നാം തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് കുറച്ചുകൂടെ ഖുർആൻ ഓതണം. എന്നിട്ട് സുബഹിയുടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ഉടനെയായി സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കണം. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം സുബഹിയുടെ മുമ്പായി അത്തായം കഴിക്കണം. അത്തായം കഴിക്കൽ സുന്നത്താണ്, വളരെ ശക്തിയായ സുന്നത്താണ് അത്തായം കഴിക്കുക എന്നുള്ളത്. അത്തായം കഴിച്ച് നോമ്പ് നോൽക്കാൻ വേണ്ടി നിയ്യത്ത് വെക്കണം. മുഹറം 9 അന്നത്തെ സുന്നത്ത് നോമ്പ് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ കരുതി എന്ന നിയ്യത്തോടുകൂടെ വിശുദ്ധമായ നിയ്യത്ത് വെച്ച് സുബഹിയുടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മുത്തൂമിനിങ്ങളെ വേഗം സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, റവാത്തിബ് നിസ്കരിക്കണം. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്. അപ്പൊ നോമ്പുകാരാണ്, മുഹറം 9 തസ്വാ നോമ്പ് നോറ്റവരാണ്. 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ ദുനിയാവും അതിലടങ്ങിയ സകല വസ്തുക്കളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് ഈ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. എല്ലാത്തിനും വിജയത്തിന്റെ തുടക്കം അതാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം മറക്കരുത്. റവാത്തിബ് സുന്നത്ത് നിസ്കാരം സുബഹിയുടെ മുമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ഖളായെങ്കിലും വിട്ടണം. അതും സുന്നത്തുണ്ട്, ഖളാ വിട്ടണം. അങ്ങനെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സുബഹി നിസ്കാരം നിസ്കരിക്കണം. ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടാവും, അവരൊക്കെ കൂട്ടിയിട്ട് ജമാഅത്തായി നിസ്കരിക്കണം. കഴിയുന്നവർ സഹോദരന്മാരെ, നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് നിസ്കരിക്കണം. അത് കഴിഞ്ഞ് മഹത്വമുള്ള ദിക്ർ ചൊല്ലണം. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാത സമയത്തിൽ ചൊല്ലി കാണിച്ചു തന്നതാണ് സ്വഹാബത്തിനും നമുക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ ദിക്റുകളാണ് ചൊല്ലുന്നത്. ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ വിശാലത ചെയ്യലാണ്. കുടുംബത്തിൽ വിശാലത ചെയ്യാന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആർക്ക്? കുടുംബക്കാർക്ക്. കുടുംബത്തിൽ വിശാലത ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണം കൊടുത്തും പോയിട്ടും വന്നിട്ടും സദഖ ചെയ്തിട്ടും ഏറ്റവും സദഖ ചെയ്യാൻ ഒരു മനുഷ്യനിക്ക് ബാധ്യത അവന്റെ കുടുംബത്തിനാണെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. 9ന്റെയും 10ന്റെയും ഫളായിലുകൾ നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കാതെ നമ്മൾ ഖബറിൽ പോയിട്ട് കിടന്ന അടുത്ത കൊല്ലത്തെ മുഹറം 9ഉം 10ഉം ഈ മക്കൾ അറിയാതെ പോവും. ഈ മക്കൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകും. അതിന് ശ്രദ്ധ കൊടുത്തെങ്കിൽ ശിക്ഷക്കും ഗൗരവം ഉണ്ടാകും. ഒരു കൊല്ലത്തെ പാപം അല്ലാഹു പുറത്തു തരുന്ന വിശുദ്ധമായ രാവും പകലുമാണ് ഈ മഹനീയമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ ദിവസത്തിൽ നാം ഹറാമിലേക്ക് നോക്കിയാൽ, ഹറാം കേട്ടാൽ, ഹറാം സംസാരിച്ചാൽ, ഹറാമിലൂടെ ചിന്തിച്ചാൽ, ഹറാമിലൂടെ നടന്നുപോയാൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു ഗൗരവമുള്ളതാക്കി മാറ്റും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ.